ഒരു മനുഷ്യൻ്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ ദൈവം അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഗമനത്തെ സ്ഥിരമാക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കാലുകളെ ഉറപ്പിക്കും. നിങ്ങളുടെ കാലുകളെ മാൻപേട കാൽ പോലെ വേഗതയുള്ളതാക്കും. നിങ്ങളെ പാറമേൽ നിർത്തും. യേശു കർത്താവ് യോർദാൻ നദിയിൽ സ്നാനമേറ്റ ഉടനെ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പൻ, ഞാനവനിൽ പ്രസാദിച്ചിരിക്കുന്നു. ആരിലാണ് ദൈവം പ്രസാദിച്ചത്? ദൈവം പ്രസാദിച്ചത് തൻ്റെ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലാണ്. പിതാവായ ദൈവം ഈ ഭൂമിയിലെ സകല മനുഷ്യരെയും നോക്കി കണ്ട് സാക്ഷ്യപ്പെടുത്തിയ വചനം, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്നാണ്. എല്ലാവരും പാപം ചെയ്തു കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു എന്നാണ് ദൈവം ഈ ഭൂമിയിലെ സകല മനുഷ്യരെയും കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഇതാ ഒരുവനെക്കുറിച്ച് ദൈവം സാക്ഷ്യപ്പെടുത്തുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഞാനവനിൽ പ്രസാദിച്ചിരിക്കുന്നു. ദൈവം പ്രസാദിച്ചത് തൻ്റെ ഏകജാതനായ പുത്രനായ യേശുക്രിസ്തുവിലാണ്. യേശുവിൻ്റെ അടുക്കൽ വന്ന യഹൂദന്മാർ യേശുവിനോട് ചോദിച്ചു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികൾ എന്താണ്? ഞങ്ങൾ എന്ത് ചെയ്താണ് ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, അവരുടെ ചോദ്യം കേട്ട ഉടനെ യേശു അവരോട് പറഞ്ഞു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി, ദൈവം ഒരുവനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ദൈവം അവനെ ക്രൂശിൽ തകർത്ത് കളഞ്ഞു. ലോകത്തിൻ്റെ പാപം മുഴുവൻ അവൻ്റെ മേൽ ചുമത്തി. നിങ്ങളവനെ വിശ്വസിച്ചാൽ അതാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി. പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചപ്പോൾ പുത്രനെ ക്രൂശിൽ തകർത്ത് കളഞ്ഞ ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചിട്ടാണ് ദൈവം പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം ഒരുവനിൽ പ്രസാദിച്ചു. അങ്ങനെയെങ്കിൽ ദൈവം പ്രസാദിച്ചവനിൽ, അവൻ്റെ പ്രവൃത്തിയിൽ, സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന നിങ്ങളെ ഇന്ന് പകൽ ദൈവം ഉറപ്പിക്കാൻ പോവുകയാണ്. ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ അവനവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കും. നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ, നിങ്ങൾ യേശുവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഇന്ന് പകൽ ദൈവം നിങ്ങളിലും പ്രസാദിച്ചിരിക്കുകയാണ്. ദൈവം നിങ്ങളുടെ ഗമനത്തെ സ്ഥിരമാക്കാൻ പോവുകയാണ്. ദൈവം നിങ്ങളുടെ കാലുകളെ ഉറപ്പിക്കാൻ പോവുകയാണ്. കാരണം നിങ്ങൾ ക്രിസ്തുവിലാണ്. ദൈവം നിങ്ങളിൽ പ്രസാദിച്ചിരിക്കുകയാണ്. ഇന്ന് പകൽ ദൈവം നിങ്ങളെ ഉറപ്പിക്കുകയാണ്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുകയാണ്. വിശ്വസിച്ച് ഏറ്റെടുക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.